യേശുവിൻ്റെ തിരുപ്പിറവിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷ നിറവിലാണ്. എല്ലാ ദേവാലയങ്ങളിലും പാതിരാ കുർബാനയും നടക്കുകയാണ്. അതിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും അമൽനാഥ് ചേരുന്നുണ്ട്. അമൽ, എല്ലാ ക്രൈസ്തവരും ക്രിസ്തുമസ് ആഘോഷ നിറവിലാണ്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊച്ചിയിൽ നിന്നുള്ള ക്രിസ്തുമസ് വിശേഷങ്ങൾ? അവധിക തീർച്ചയായും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഉത്സവമായ ക്രിസ്മസ് രാവിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ വലിയ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്മസ് രാവ് തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് ഈ ഡിസംബറിൻ്റെ തുടക്കം മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കൊച്ചിയുടെ എല്ലാ ഭാഗങ്ങളും വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വസ്ത്രങ്ങൾ എടുക്കുന്നതിനും ഒപ്പം തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെയായി നിരവധി പേരാണ് ഈ ബ്രോഡ്വേ പോലുള്ള പലയിടങ്ങളിലും ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വലിയ തിരക്ക് തന്നെയാണ്, അല്ലെങ്കിൽ വലിയ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ തന്നെയാണ് നമുക്ക് എവിടെയും കാണാൻ വേണ്ടി സാധിച്ചത്. ഇതാ ഇപ്പോൾ ക്രിസ്മസ് രാവിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ക്രിസ്മസ് രാവിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് മൗണ്ടിലാണ് ഉള്ളത്. ഇവിടെ റാഫേൽ തട്ടിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പാതിരാ കുർബാനയുടെ ഈ കർമ്മങ്ങളൊക്കെ തന്നെയും നടക്കുന്നത്. ഏകദേശം ഒരു 11:30 പാതിരാ കുർബാന ആരംഭിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഈ പള്ളിയുടെ അകത്ത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ക്രിസ്തുവിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ടുള്ള വരികൾ ഉരുവിടുകയും അതോടുകൂടി പള്ളിയിൽ പള്ളിമണി അടിക്കുകയും പിന്നീട് ആഘോഷങ്ങൾക്ക് തുടക്കമാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഈ ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ രൂപവുമായി ഈ പള്ളിക്ക് പുറത്തേക്ക് ഈ മുഖ്യ കാർമ്മികൻ്റെ നേതൃത്വത്തിൽ വിശ്വാസികളൊക്കെ തന്നെയും പുറത്തേക്ക് വരികയും അതിനുശേഷം ഇവിടെ കൂട്ടിയിരിക്കുന്ന, നമുക്കിവിടെ ഈ പള്ളിയുടെ മുൻവശത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഇവിടെ അഗ്നി ശുശ്രൂഷ നടക്കുകയും ചെയ്യും. അതായത് ഈ യേശുവിൻ്റെ പിറവിക്കു ശേഷം ഇവിടെ ആട്ടിടയന്മാർ ഈ അഗ്നി ശുശ്രൂഷ നടത്തി, അതായത് ഈ അഗ്നിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി യേശുവിന് ചൂട് നൽകി എന്നതിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ അഗ്നി ശുശ്രൂഷ. ഈ അഗ്നി ശുശ്രൂഷ കഴിഞ്ഞതിനു ശേഷം ഈ വിശ്വാസികളും മുഖ്യ കാർമ്മികൻ്റെ നേതൃത്വത്തിൽ അല്പം മുന്നിലേക്ക് പോവുകയും അവിടെ ഒരു പ്രദക്ഷിണം ചെയ്തതിനു ശേഷം വീണ്ടും പള്ളിക്കകത്തേക്ക് എത്തുകയും ചെയ്യും. അതിനുശേഷം ഈ ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്യും. അത്തരത്തിൽ വലിയ ഒരു ആഘോഷം തന്നെയാണ് ഈ ഒരു ക്രിസ്മസിൻ്റെ ഭാഗമായി നമുക്ക് ഈ സെൻറ്റ് മൗണ്ട് ദേവാലയത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കുക. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങൾ, വിവിധ പള്ളികളിൽ ഇത്തരത്തിൽ വലിയ ആഘോഷം തന്നെ നടക്കുന്നു. ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു നിമിഷങ്ങളിലൊക്കെ തന്നെ ആരും തന്നെ വീട്ടിലുണ്ടാകില്ല. എല്ലാവരും പുറത്തിറങ്ങിക്കൊണ്ട് കൊച്ചിയുടെ രാത്രിയിൽ, അല്ലെങ്കിൽ കൊച്ചിയുടെ എല്ലാ നഗര കേന്ദ്രങ്ങളിലുമൊക്കെയായി വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ക്രിസ്മസ് രാത്രി എന്ന് പറയുന്നത് മനസ്സിനും കണ്ണിനുമൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു രാത്രി കൂടിയാണ് എന്നതാണ്. അതായത് നമുക്ക് എല്ലായിടത്തും ഈ പ്രകാശങ്ങൾ കൊണ്ടുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ വീട്ടുമുറ്റങ്ങളിലും ഒപ്പം തന്നെ എല്ലാ സ്ഥാപനങ്ങളുടെ മുൻവശത്തുമൊക്കെയായി വിവിധ നിറത്തിലുള്ള നക്ഷത്രങ്ങൾ, ഒപ്പം തന്നെ വിവിധ നിറത്തിലുള്ള പ്രകാശങ്ങൾ, അത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ സെൻറ്റ് മൗണ്ടിൻ്റെ മുൻവശത്ത് ഇപ്പോൾ ആ ഒരു പുൽക്കൂട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മനോഹാരിത കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വിവിധ നിറത്തിൽ ഉള്ള ലൈറ്റുകളും പ്രകാശങ്ങളും, അത്തരത്തിൽ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. ഇതിന് സമാനമായ കാഴ്ചകൾ നമുക്ക് ഈ കൊച്ചിയുടെ എല്ലാ നഗര കേന്ദ്രങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും വലിയ സന്തോഷവും ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാഹോദര്യവും ഒപ്പം അത്തരത്തിൽ വലിയ സന്ദേശം നൽകുന്ന ഒരു ആഘോഷം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ എല്ലാവരിലേക്ക് നോക്കുമ്പോൾ, ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഈ നഗരകേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ നോക്കുമ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു ക്രിസ്മസ്
രാത്രിയിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഏകദേശം ഒരു 11:30യോടുകൂടി ഈ സെൻറ്റ് മൗണ്ട് പള്ളിയിൽ അതിൻ്റെ എല്ലാ കർമ്മങ്ങളും പാതിര കുർബാന അടക്കമുള്ള കർമ്മങ്ങളൊക്കെ തന്നെ ആരംഭിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നിലവിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.